കാസർഗോഡ് പ്രണയത്തെ ചൊല്ലിയുള്ള തർക്കം കൂട്ടത്തല്ലിൽ കലാശിച്ചു. പടന്നക്കാട് ആശുപത്രിക്കുള്ളിലാണ് ഈ കൂട്ടത്തല്ലുണ്ടായത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സനക് സുരേഷിന്റെ വിവരങ്ങളുമായി. സനക്, ഇപ്പോൾ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു എന്ന വിവരമാണല്ലോ സനക് നൽകുന്നത്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? രതീഷ്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയബന്ധമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയ സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്നത്. ഏകദേശം ഒരു മാസം മുൻപ് ഇത്തരത്തിൽ ഈ ആൺകുട്ടിയെ പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് കാഞ്ഞങ്ങാട്ടേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ച് അവശനാക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് അതിന് പകരം ചോദിക്കാൻ എന്ന വണ്ണം ആൺകുട്ടിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ഇത്തരത്തിൽ പെൺകുട്ടിയുടെ സഹോദരനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ചു. അതിന് തിരിച്ചടി എന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ വീണ്ടും ആശുപത്രിയിലെത്തി ആൺകുട്ടിയുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഇപ്പോൾ പെൺകുട്ടിയുടെ മൂന്നാമത്തെ സംഭവമാണല്ലേ പ്രണയത്തെ ചൊല്ലിയുള്ള സംഘർഷം? ഇത് മൂന്നാമത്തെ അടിയാണ്. അത് ഏകദേശം ഒരു പരമ്പര എന്നുള്ള രീതിയിൽ തന്നെ അടിയുടെ പരമ്പര എന്നുള്ള രീതിയിൽ കൂട്ട അടി അല്ലെങ്കിൽ ഒരു തല്ലുമാല എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് നടന്നിരിക്കുന്നത്. രണ്ടാമത് നടന്ന സംഘർഷത്തിൽ വലിയ തോതിലുള്ള പരിക്കുകൾ ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. മൂക്കിന്റെ പാലം തകർന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ പടന്നക്കാടുള്ള സ്വകാര്യ ആശുപത്രിയുടെ റിസപ്ഷന് മുമ്പിൽ വെച്ചാണ് ഇപ്പോൾ ഇത്തരത്തിൽ മൂന്നാമതും ഒരു അടി ഉണ്ടായിരുന്നത്. അതേ തുടർന്നാണ് ഇപ്പോൾ ഹോസ്ദുർഗ് പോലീസ് നടപടിക്ക് ഒരുങ്ങിയിട്ടുള്ളത്. സനക് സുരേഷ് കാസർഗോഡ് നിന്നാണ് ഈ വിവരങ്ങൾ നൽകുന്നത്.